കലാഭവൻ മണിയുടെ അവസാന സിനിമ പുതുസാ നാൻ പിറന്തേ. കലാഭവൻ മണി അവസാനമായി അഭിനയിച്ച തമിഴ് സിനിമയായ പുതുസാ നാൻ പിറന്തേൻ എന്ന സിനിമ പ്രദർശനത്തിനെത്തുന്നു. സഹാറ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സക്കീർ ജാൻ നിർമ്മിക്കുന്ന ഈ സിനിമ മജീദ് അബു സംവിധാനം ചെയ്യുന്നു. ഈ സിനിമയുടെ തിരക്കഥാ സംഭാഷണം ബാലു നാരായണനാണ് എഴുതുന്നത്. ഛായാഗ്രഹണം കെ ടി തോമസ്. ഗാനരചനയും സംഗീത സംവിധാനവും ഗണേഷ് രാജ് നിർവഹിക്കുന്നു. നൃത്തം അക്ഷയ് ആനന്ദ്. സംഘടനം മാഫിയ ശശി. കഥാസാരം: കില്ലർ റിപ്പർ ഗിരി ജയിൽ ചാടി. ടിവിയിലൂടെ വാർത്ത പുറത്തായി. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജാഗരൂകരായി അന്വേഷണം തുടങ്ങി. വാർത്ത കണ്ട് അൻപുദുരൈ ഞെട്ടി. റിപ്പർ ഗിരി ജയിൽ ചാടിയത് തന്നെ കൊല്ലാനാണെന്ന് അൻപുദുരൈക്ക് ഉറപ്പാണ്. വീട്ടിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് ഉറപ്പാക്കിയ അൻപുദുരൈ ഒളിവിൽ പോകാൻ തീരുമാനിച്ചു. പക്ഷേ തന്റെ ഏകമകൾ ശാലിനി വീട്ടിൽ ഒറ്റയ്ക്കാകും. ഇക്കാരണത്താൽ അയൽവാസിയായ ഗ്രാഫിക് ഡിസൈനർ അരുണിന്റെ സഹായം അൻപുദുരൈ തേടുന്നു. കിരണിനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തന്റെ മകളുടെ സംരക്ഷണം അൻപുദുരൈ കിരണിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ കിരൺ ശാലിനിയുടെ സംരക്ഷകനായി ശാലിനിയുടെ വീട്ടിൽ താമസമാക്കി. കിരണും ശാലിനിയും തമ്മിൽ അത്ര രസത്തിലല്ലെങ്കിലും ഈ സാഹചര്യത്തിൽ ഇരുവരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നു. ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുന്ന ശത്രുക്കളായ ഇരുവരും പതുക്കെ പതുക്കെ സൗഹൃദത്തിലാകുന്നു. ഈ അവസരത്തിലാണ് കില്ലറെ അന്വേഷിച്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രാജഗോപാൽ ശാലിനിയുടെ വീട്ടിൽ എത്തുന്നത്. തുടർന്നുണ്ടാവുന്ന സങ്കീർണവും സംഭവ ബഹുലവുമായ മുഹൂർത്തങ്ങളാണ് പുതുസാ നാൻ പിറന്തേൻ എന്ന സിനിമയിലൂടെ സംവിധായകൻ അവതരിപ്പിക്കുന്നത്. ACP രാജഗോപാൽ ആയാണ് കലാഭവൻ മണി എത്തുന്നത്. കിരൺ ആയി ബിയോണും റിപ്പർ ഗിരിയായി കരാട്ടെ രാജുവും വിജയൻ കാരത്തൂർ അൻപുദുരയായും കല്യാണി നായർ ശാലിനിയായും അഭിനയിക്കുന്നു. ഈ മാസം അവസാനം പുതുസാ നാൻ പിറന്തേൻ തിയേറ്ററുകളിൽ എത്തും.